ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ഒരു 6-7 അപ്ഡേറ്റുകളുണ്ട്. ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് അടക്കമാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് തന്നെ ഒരു വിവാദം വന്നിരുന്നല്ലോ, അതായത് സ്പിരിറ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രഭാസ് ചിത്രത്തിൽ നിന്ന് ദീപിക പദുക്കോൺ എന്ന് പറയുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയപ്പെടുന്ന നടിയെ ഒഴിവാക്കി എന്നുള്ളതാണ് വാർത്ത. എന്തായിരുന്നു കാരണം എന്നുള്ളത് നമ്മുടെ സന്ദീപ് റെഡ്ഡി വാങ്കെ, ഇതിന്റെ എന്താ പറയുക, ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സന്ദീപ് വാങ്കെ കേട്ടോ, സന്ദീപ് റെഡ്ഡി. അത്ര ബുദ്ധിമുട്ടി എന്റെ പടത്തിൽ വേണ്ട എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ദിവസം 6 മണിക്കൂർ മാത്രം ഷൂട്ട്, 20 കോടി പ്രതിഫലവും ലാഭവിഹിതവും, തെലുങ്കിൽ ഡയലോഗുകൾ പറയില്ല എന്നും ദീപിക പദുക്കോൺ. എങ്കിൽ നായകയും വേറെ നോക്കിക്കോളാം എന്ന് സന്ദീപ് റെഡ്ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഭയങ്കര മാസമായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പോ എന്തൊക്കെയോ അവരത് പറയാനുള്ള പല കാരണങ്ങൾ പറയുന്നത്, കുഞ്ഞിനെ നോക്കണമോ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവര് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ടീമാണ്. സാധാ മറ്റുള്ള നായികമാരെ കാണുന്ന പോലെ ആവരുത്. നായക തുല്യമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ ദീപിക പദുക്കോണാണ് വരുന്നത് പറഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഇന്ന് വന്നിട്ടുള്ള പടം ഉണ്ട്, A22 അറ്റ്ലിയുടെ പടത്തിന്, അല്ലു അർജുൻ മൂവി വരുന്നത് പുള്ളിക്കാരിയാണ്. സോ അതിന് എന്ത് പ്രാധാന്യം അപ്പൊ തന്നെ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റും 15 സെക്കൻഡും ഉള്ള നായികയുടെ ഇൻട്രോ മാത്രം കൊടുക്കാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ഒരു സാധനം ഇന്ന് ഗ്ലിംസ് ഇറക്കിയിട്ടുള്ളത്. സോ അവർക്ക് അവരുടേതായ പ്രാധാന്യം ഉണ്ട്. അവർ പറഞ്ഞ കണ്ടീഷൻ ഓക്കെ അല്ലെങ്കിൽ വേറെ ആളെ നോക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് ഭയങ്കര മാസ് പോലെ എന്നാ പിന്നെ പോയി പണി നോക്കി ഞാൻ വേറെ ആളെ നോക്കിക്കോളാം എന്ന രീതിയിലൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർ അവരുടെ കണ്ടീഷൻ പറഞ്ഞു, അവർക്ക് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ ഫൈൻ, അടുത്ത ആളെ നോക്കുന്നു. ഇനി അതല്ല ദീപിക തന്നെ കിട്ടിയേ പറ്റുമെന്നാണെങ്കിൽ അവർ പറയുന്ന കണ്ടീഷൻ അംഗീകരിച്ച് എടുക്കേണ്ടി വരും. സോ ഒരു അഹങ്കാരം പോലെ പറഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അറിയാൻ കഴിഞ്ഞത് വേറെ പല കാരണങ്ങളാൽ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ കാരണം ചിലപ്പോൾ അവർക്ക് അറിയേണ്ടതായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. പിന്നെ 20 കോടി പ്രതിഫലവും ലാഭവിഹിതം എന്ന് പറഞ്ഞാൽ, അറിഞ്ഞിടത്തോളം, എനിക്ക് ഒഫീഷ്യലി അല്ലെങ്കിൽ കൺഫേം ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ അറിഞ്ഞിടത്തോളം 50 കോടിയൊക്കെ മേടിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് എന്നാണ് പറയുന്നത്. 50 കോടി മേടിച്ച സിനിമകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ പ്രതിഫലമായ 50 കോടി. 20 കോടി എന്ന് പറയുന്നത് 6 മണിക്കൂറെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ കുറച്ചതായിരിക്കാം അങ്ങനെയാണെങ്കിൽ. അപ്പൊ അതും നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ എന്നുള്ളത്. പിന്നെ 6 മണിക്കൂർ മാത്രം സിനിമയിൽ അഭിനയിച്ച ചിലപ്പോൾ വലിയ സിനിമകളാണെങ്കിൽ അത് നടക്കാൻ സാധ്യതയില്ല. കാരണം ചിലപ്പോൾ ത്രൂ ഔട്ടുള്ള കഥാപാത്രമായിരിക്കാം. വെറും 6 മണിക്കൂർ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരിക്കില്ല. പിന്നെ അവർക്ക് വേണ്ടി മാത്രം ഇത് ഫുള്ളാക്കാതിരുന്ന് കഴിഞ്ഞാൽ സിനിമ വീണ്ടും വീണ്ടും ഒരുപാട് ദിവസങ്ങൾ പോവുകയും ചിലവ് കൂടുകയും ചെയ്യും. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്തും ന്യായമുണ്ട്. അംഗീകരിക്കാൻ പറ്റുന്നെങ്കിൽ അംഗീകരിക്കുക, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഭയങ്കര നെഗറ്റീവ് കമന്റുകളൊക്കെ അവർക്കെതിരെ പറയുന്നത് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം ജസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ വെച്ചത്. നെക്സ്റ്റ്, വേഫർ ഫിലിംസ് അടുത്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ചിത്രം, അതിന്റെ ഒരു അപ്ഡേറ്റ് ഇന്ന് 6 മണിക്ക് വരും എന്ന് പറയുന്നു. കൃത്യം വന്നിട്ടുണ്ട്. ആൻഡ് അതിൽ ദുൽഖർ സൽമാൻ ഒരു ക്യാമിയോ റോള് വരുന്നുമുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നെസ്ലിനാണ് നായകനായിട്ട് വരുന്നത്. ആരായിരിക്കും ആ നായിക? എന്തായിരിക്കും ഇതിന്റെ ആ പോസ്റ്റർ? ഇന്നലെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ദീപിക പദുക്കോൺ വരും എന്നുള്ള രീതിയിലൊക്കെ സംസാരവും വന്നിരുന്നു. പക്ഷേ വന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം കല്യാണി പ്രിയദർശൻ. ഇതാണ് പോസ്റ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ, പോസ്റ്റർ ഒരു രക്ഷയില്ല. ഒരൊറ്റ ലുക്കിൽ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന, ഇതൊരു ഗംഭീര വർക്കാണെന്ന് തോന്നുന്ന സാധനമാണ് തന്നിട്ടുള്ളത്. നമ്മളെ ഡ്യൂൺ ആയിട്ട് കണക്ഷൻ തോന്നുന്നുണ്ട്. ഇപ്പൊ കൽക്കി 2898 AD കണ്ടതിന് ശേഷം ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അത് ലോകം ഏതോ ഒരു ലോകാവസാനം സംഭവിച്ചതിന്റെ പോലെ ചന്ദ്രനിലൊക്കെ പോയിട്ടുള്ള പരിപാടിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ചന്ദ്രനിൽ പോയി എന്ന് തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, സിനിമയുടെ പേര് ലോക എന്നാണ്. ദുൽഖർ സൽമാൻ പ്രസൻസ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ചന്ദ്ര എന്നുള്ളത് ചന്ദ്രനാവണമെന്നില്ല, ചിലപ്പോ കല്യാണിയുടെ ക്യാരക്ടറിന്റെ പേരുമായിരിക്കാം ചന്ദ്ര എന്നുള്ളത്. അപ്പുറത്ത് എന്തോ കണ്ട് പേടിച്ച് വിറച്ച് വെക്കുന്ന നമ്മുടെ നെസ്ലിനെയും കാണുന്നുണ്ട്. അതിന്റെ ഇവിടെ 4 എന്തോ എഴുതിയിട്ടുണ്ട്, അത് സംബന്ധം എനിക്കറിയില്ല. ആൻഡ് ഡൊമിനിക് അരുൺ, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ, പ്രൊഡ്യൂസ്ഡ് ബൈ വേഫർ ഫിലിംസ്. പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ട്, കുറേ നടന്മാരുണ്ട്. ജെയ്ക്സ് ബിജയാണ് മ്യൂസിക് ചെയ്യുന്നത്. അങ്ങനെ ജെയ്ക്സ് ബിജയ് മ്യൂസിക് നല്ല സ്റ്റാൻഡേർഡുള്ള സാധനം തന്നെ ആയിരിക്കാം. ആൻഡ് ഇത് ഒരു യൂണിവേഴ്സ് എന്ന രീതിയിലാണ് സിനിമ വരുന്നതെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എത്രമാത്രം ശരിയുണ്ട് എന്നുള്ള അറിയില്ല, കാരണം ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. ലോക ചാപ്റ്റർ 1 ചന്ദ്ര, ചാപ്റ്റർ 2 ചാപ്റ്റർ 3 ഉണ്ട് എന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതിന്റെ താഴെ വന്ന കമന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമന്റ് എന്ന് പറഞ്ഞാൽ, കല്യാണി ചതിക്കാതിരുന്നാൽ മതി എന്നാണ് ഡയലോഗ് കമന്ററി. മറ്റേ സിനിമയിൽ പെലേനെ കുറിച്ചും അത് ശോഷിച്ച കാലുകൾ എന്നൊക്കെ പറഞ്ഞ കമന്റ് ഉണ്ടല്ലോ, അതിന് കല്യാണം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കല്യാണം ചെയ്തിട്ടുള്ള നല്ല സിനിമകളും ഉണ്ട്. സോ അവർ നന്നായിട്ട് ചെയ്യുന്ന ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ ഡയറക്ഷനും നന്നാവുക എന്നുള്ളൊരു സംഭവം ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം കൂടി അവിടെ പറഞ്ഞു വെക്കുന്നു. നെക്സ്റ്റ്, ആമിർ ഖാൻ നമ്മുടെ മഹാഭാരതത്തോടു കൂടി സിനിമാ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള വാർത്ത ഓൾറെഡി വന്നിട്ടുണ്ട്.
പക്ഷെ അതിനിടയിൽ അദ്ദേഹത്തിന് ചെയ്യാനിരിക്കുന്ന ഏറ്റിട്ടുള്ള കുറെ സിനിമകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ. ലോകേഷിനൊപ്പം ഒരുങ്ങുന്നത് ഒരു സൂപ്പർ ഹീറോ പടം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ലോകേഷ് കനകരാജിനൊപ്പമുള്ള സിനിമ ഉണ്ടാകുമെന്ന് അറിയിച്ച് ബോളിവുഡ് നടൻ ആമിർ ഖാൻ. ഇതിപ്പോ ഇങ്ങനെ അപ്ഡേറ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞതും ഈ സിനിമ അവസാനിപ്പിക്കുകയാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം കുറേ സിനിമകൾ ഉണ്ടാവില്ല എന്ന രീതിയിൽ പുള്ളിക്കാരനെതിരെ ചോദ്യം വന്നിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ കാരണം. എന്തായാലും ആ സിനിമ സംഭവിക്കും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. ആൻഡ് സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പോൾ കുറേ ആളുകൾ അത് ഇരുമ്പ് കൈ മായാവി ആണോ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഒരു പക്ഷേ അതിൽ വേറൊരു പ്രധാന കഥാപാത്രമായിട്ട് വരികയാണെന്നും അറിയില്ല. പക്ഷെ ഇരുമ്പ് കൈ മായാവി എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും സൂര്യ വെച്ചിട്ട് ചെയ്യും എന്ന രീതിയിലാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് വാർത്തകൾ കിട്ടിയിട്ടുള്ളത്. കാരണം അതിനെക്കുറിച്ചുള്ള മറ്റ് അപ്ഡേറ്റുകളൊന്നും വരാത്തതുകൊണ്ടാണ് എനിക്ക് അന്വേഷിച്ചിടത്തോളം കിട്ടിയിട്ടുള്ള വാർത്തകൾ എന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും അത് 2026 രണ്ടാം പകുതിയിൽ ചിത്രീകരണം ആരംഭിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ കട്ട വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൂവി. അടുത്തത് കാട്ടാളൻ. കാട്ടാളനെ കുറിച്ച് 2 അപ്ഡേറ്റുകൾ പറയാനുണ്ട്. ഒന്ന്, കാട്ടാളനിൽ വരുന്നത് കാബിർ സിംഗ് ആണ്. കാബിർ ദ്വാൻ സിംഗ് ജോയിൻസ് ദി ഹണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. വെൽക്കം ദി മോസ്റ്റ് ബ്രൂട്ടൽ കബീർ ദ്വാൻ സിംഗ് ടു ദ വേൾഡ് ഓഫ് കാട്ടാളൻ. കബീർ ദ്വാൻ സിംഗിന്റെ പടങ്ങൾ നമുക്ക് അറിയാം. ഓഫ് കോഴ്സ് മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ അത്ര ഒരു കിടിലൻ സീനിലാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ആ പുകേന്റെ ഇടയിൽ നിന്ന് വാതിലവിടെ വന്ന് നിൽക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ കിടിലൻ എൻട്രി ആയിരുന്നു. എന്തായാലും ഇവിടെ മോസ്റ്റ് ബ്രൂട്ടൽ എന്നാണ് പ്രത്യേകം എടുത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിലും ഒരു ബ്രൂട്ടൽ ക്യാരക്ടർ തന്നെ ആയിരിക്കാം. ലുക്ക് കണ്ടിട്ടും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കുറച്ച് പൈസക്കാരനായിട്ടുള്ള, കാടിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കാത്ത, അവിടെ വന്ന് മറ്റുള്ളവരെ ആക്രമിക്കുന്ന, അവസാനം പെപ്പയുടെ കയ്യിൽ നിന്ന് നല്ല ഇടി മേടിക്കുന്ന ക്യാരക്ടർ തന്നെ ആയിരിക്കാം. സോ അതൊന്ന്. അതല്ലാതെ കാട്ടാളനെ കുറിച്ച് പറയാനുള്ളത് മറ്റൊരു കഥാപാത്രം ഇന്ന് അവർ റിവീൽ ചെയ്തിട്ടുണ്ട് 1.5 മണിക്കൂർ മുമ്പ്. അതായത് സുനിൽ ജോയിൻസ് ദി ഹണ്ട്. സുനിലിനെ കുറിച്ച് അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. പുഷ്പ എന്നുള്ള ഒറ്റ സിനിമ ആലോചിച്ച് തന്നെ കിട്ടും. അതല്ലാതെ ഒരുപാട് സിനിമകളുണ്ട്. എന്തായാലും വെൽക്കം ദ മാസ്ട്രോ ഓഫ് വേഴ്സറ്റാലിറ്റി സുനിൽ ടോളിവുഡ് ടു ദ വേൾഡ് ഓഫ് കാട്ടാളൻ. വേഴ്സറ്റാലിറ്റി ശരിയാണ്. ഒരുപാട് വില്ലനായിട്ട് വന്നിട്ടുണ്ട്, നായകനായിട്ട് വന്നിട്ടുണ്ട്, കൊമേഡിയനായിട്ട് വന്നിട്ടുണ്ട്, ആധാരായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടറും വളരെ രസത്തോടെ മെയ്വഴക്കത്തോടെ ചെയ്യുന്ന ഒരു നടൻ തന്നെയാണ് സുനിൽ. സോ കാട്ടാളൻ ഹണ്ട് തുടരുകയാണ്. ഇനി ആരൊക്കെ വേട്ടയാടപ്പെടും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഒരു സങ്കട വാർത്തയാണ്. എന്നെ സംബന്ധിച്ചുള്ള സങ്കട വാർത്തയാണ്. ഒരേ സമയം കോമഡിയാണ്, ഒരേ സമയം അത്ഭുതം തോന്നുന്നുണ്ട്, ഒരേ സമയം എന്തിനത് ചെയ്തു എന്ന് തോന്നുന്നുണ്ട്. അതായത് തുടരും എന്ന് പറയുന്ന സിനിമ മോഹൻലാലിന്റെ ലൈഫിലെ ഏറ്റവും വലിയ കംബാക്കിന് കാരണമായിട്ടുള്ള സിനിമയാണ്. ഇതല്ലാതെ കംബാക്കുകൾ കുറെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന സിനിമ തന്നെയാണ്. ആൻഡ് വെറും കംബാക്ക് അല്ല, അത് എല്ലാവരും അതിനെക്കുറിച്ച് എന്താ പറയുക കീർത്തി വാഴ്ത്തിപ്പാടുകയും വൻ കളക്ഷൻ നേടുകയും ഒറ്റയാൻ ഇറങ്ങി എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായി നമുക്ക് അംഗീകരിക്കാൻ തോന്നുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് തുടരും ഇവിടെ വരുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സിനിമ റീമേക്ക് പോകുന്നുള്ളത് ആദ്യം നമുക്ക് അറിയാമായിരുന്നു. ആര് ചെയ്യും? ബാലയ്യ ചെയ്യോ? ചീരുണ്ണൻ ചെയ്യൂ? ചീരുണ്ണനാണ് ചെയ്യാൻ പോകുന്നത്. എന്തിനിത് ചെയ്തു? ലൂസിഫർ തന്നെ എന്താണ് അവർ കാട്ടിവെച്ചതെന്ന് നിങ്ങൾക്ക് അറിയാം. മോഹൻലാലിന്റെ തുടരും സിനിമയുടെ തെലുഗു റീമേക്ക് ചെയ്യാനൊരുങ്ങി ചിരഞ്ജീവി. ആൻഡ് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് നോട്ട് ചെയ്ത് പറയേണ്ടത് എന്താ വെച്ചാൽ കഥയിലെ ക്ലൈമാക്സ് അടക്കം കുറെ ഭാഗങ്ങളിൽ മാറ്റം വരുത്തുമെന്നാണ് റിപ്പോർട്ട്. എന്റെ ചീരുണ്ണ ക്ലൈമാക്സിൽ ചീരുണ്ണ ഇറങ്ങിയിട്ട് പോലീസുകാരെ മൊത്തം അടിച്ച് തകർക്കണം. പോലീസ് ബോംബ് വെക്കണം, പൊട്ടിക്കുന്നു. അപ്പൊ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ താഴത്തേക്ക് കയറുന്നു. ചീരുണ്ണ മറ്റേ മുഖം മറച്ചിരുന്ന സാധനം എടുത്ത് ചേറ് അത് അതിൻ്റെ ഒരു തുമ്പ് പോയിട്ട് ഹെലികോപ്റ്ററിന്റെ സാധനത്തിന് ചുറ്റി കറങ്ങണം. അങ്ങനെ തൂങ്ങി കിടക്കുന്ന ചാട്ടി പിടിച്ച് ചീരുണ്ണ തൂങ്ങിപ്പോകുമ്പോൾ ബേക്കിൽ തുടരും. എന്നിട്ട് കണ്ടിന്യൂ സെക്കൻഡ് പാർട്ട്. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. എന്തും നടക്കാം. ഒരു ചേഞ്ച് ചിലപ്പോൾ ചീരണം തന്നെ മകനെ കൊല്ലും. എന്നിട്ട് ചീരണം തന്നെ അന്വേഷിച്ചിട്ട് അത് പോലീസുകാരുടെ തലയ്ക്ക് കൊടുക്കും. അങ്ങനെയും ആവാം. എന്തായാലും കണ്ടറിയണം കോശി എന്ത് സംഭവിക്കുന്നു. പിന്നെ ഇവിടെ എല്ലാവരും ഒരു സമാനം എന്താ വെച്ചാൽ ഈ പടം ഇറങ്ങുന്നതോടുകൂടി നമുക്ക് ഏകദേശം മനസ്സിലാവും ഇതിന്റെ വില ഒന്നുകൂടി കൂടും. അത് മലയാളത്തിൽ തുടരും ചെയ്തപ്പോൾ ആ ഒരു പ്രത്യേകതയും അതിന്റെ വിലയും ശരിക്കും കൂടും. ഓ, ഇത് ഈ പടമാണോ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിരുന്നു. തരുൺ മൂർത്തി എത്ര വലിയ ഡയറക്ടറാണെന്നുള്ളത് ഇതോടുകൂടി നമുക്ക് മനസ്സിലാവും. അല്ല, ചീരണം വരുമ്പോ എന്തും സംഭവിക്കാം. മനസ്സിലായോ? താങ്ക്സ് പാവാം. അടുത്തത്, നിങ്ങൾ 2018 മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും അടുത്ത വർഷം വടച്ചെന്നൈ 2 ആരംഭിക്കും. കൺഫേംഡ് ആയിട്ടുണ്ട്. കൺഫേം ന്യൂസ് ആണ്. ധനുഷ് തന്നെയാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വടച്ചെന്നൈക്ക് നമുക്ക് കാത്തിരിക്കാം. അൻപു റിട്ടേൺ 2026 വടച്ചെന്നൈ.
അത്ര സൂപ്പർ ഒരു സിനിമയായിരുന്നു. 2 വേണ്ടി കുറെ കാലമായിട്ട് കാത്തിരിക്കുക. പറഞ്ഞ പോലെ 2018 മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുക 2026 ആകാനായി എന്തോന്നടേ ഈ പടം തന്നൂടെ എന്ന് നമുക്കും ചോദിക്കാനുണ്ട്. എന്തായാലും അടുത്ത വർഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2026 കഴിഞ്ഞ് പിന്നെ 27, 28 ആവുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. അടുത്തത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നതാണ് രാജാസാബിന്റെ അപ്ഡേറ്റ് എന്താ പറയാത്തത്? സത്യം പറയല്ലോ, കൂടുതൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ഇതാണ്, ഈ ഒരു പോസ്റ്റർ ആയിരുന്നു. ഇത് കുറച്ച് മുമ്പ് വന്നില്ല, ഒരു 4-5 ദിവസം മുമ്പ് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ്. December 5-ന് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യും എന്നുള്ളത്. ആൻഡ് ആ പോസ്റ്ററൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കത്തി കരിയുന്ന മറ്റേ ഏതോ കർട്ടനൊക്കെ വലിച്ച് പൊട്ടി പറിച്ച് പൈസയൊക്കെ പറത്തി നിൽക്കണം നമ്മളെ അണ്ണൻ. 2 ഡബിൾ റോളാണ് വരുന്നത്, നിങ്ങൾക്ക് അറിയാം. അതിൽ ഒരാള് പ്രേതമാണ്, ആ കോട്ടയിലെ പ്രേതം ആയിട്ടൊരു ഭൂതമായിട്ടുള്ള കഥാപാത്രമാണ്. അതാണ് രാജാസാബിന്റെ മകനോ മരുമകനോ ആരെങ്കിലൊക്കെ ആവാം ഈ ക്യാരക്ടർ, അറിയില്ല. അല്ലെങ്കിൽ പുനർജന്മം ആയിരിക്കാം, വി ഡോണ്ട് നോ. സിനിമ ഇറങ്ങിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും രാജാസാബ് അദ്ദേഹത്തിന്റെ ഒരു കിടലൻ സാധനമായിട്ട് വരാതിരിക്കുന്ന സിനിമ തന്നെയാണ്. ആൻഡ് ഇവിടെ തന്നിട്ടുള്ള അപ്ഡേറ്റ് അന്ന് തന്നെ ആ പോസ്റ്റിന്റെ കൂടെ തന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ടീസർ ഓൺ June 16, ജൂൺ 16 ഇതിന്റെ ടീസർ വരും എന്നുള്ളത്. സോ June 16 ടീസർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലാതെ വേറെ ഒരു രക്ഷയില്ല. കാരണം ഇതിന്റെ ഇടയിൽ വേറെ അപ്ഡേറ്റ് ഒന്നും വരുന്നു തോന്നുന്നില്ല. സോ എന്തായാലും ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് പറയാനുള്ളത്. ആൻഡ് എനിക്ക് ചോദിക്കാനുള്ളത്, തുടരും ചീരുവണ്ണും ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് കമന്റിൽ പറയണേ പ്ലീസ്. ഒന്ന് അറിയാനുള്ള കൊതിയുണ്ടാണ് പ്ലീസ്.